ത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അല്ലാഹുവിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. റഹ്മാനായ റബ്ബ്, കരുണാവാരിധിയായ അല്ലാഹു, ആ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ആ അല്ലാഹുവിനെ തന്റെ സ്വകാര്യ ജീവിതത്തിൽ ഭയപ്പെടുന്നവരാണ് മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ. ഖശിയത്തുല്ലാഹി എന്ന് പറയുന്നത് അതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം. അല്ലാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് ആ ഒരു ചിന്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് രക്ഷപ്പെടുകയാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരതാ രക്ഷപ്പെടുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് നോക്കിയാലും അല്ലാഹുവാണ്. മുന്നോട്ട് നോക്കിയാലും പിറകോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും സ്വകാര്യതകളിലും പരസ്യങ്ങളിലും അവർ അല്ലാഹുവിനെ കണ്ടെത്തുകയാണ്. അല്ലാഹു അവരിൽ നിന്ന് മറഞ്ഞു പോകുന്നില്ല. മഹാനരായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു വലിയ ഹദീസ് പണ്ഡിതനാണ്. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു അതാ ഒരു ദിവസം വല്ലാത്ത കരച്ചിലാണ്. ഫകതുറ ബുകാഉ, നിരന്തരമായ കരച്ചിലാണ്. വീട്ടുകാരെ ബേജാറാവുകയാണ്. എത്ര ആശ്വസിപ്പിച്ചിട്ടും അവിടുത്തെ കരച്ചിൽ നിൽക്കുന്നില്ല. വീട്ടുകാര് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കരയുന്നത്? അതിനു മറുപടിയില്ല. അതിന് മറുപടിയില്ലാതെ കരയുകയാണ്. ആ സമയം വീട്ടുകാരെന്ത് ചെയ്തു? മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുമായിട്ട് വലിയ ബന്ധമുള്ള മഹാനാണ് മഹാനായ അബൂ ഹാസിം തങ്ങൾ. ഇവരതാ അബൂ ഹാസിമിന്റെ അരികിലേക്ക് വിവരം കൊടുക്കുകയാണ്. വഖ്ബറൂ ബി അംരി, എന്താ അറിയില്ല, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ ഇന്ന് വല്ലാത്ത കരച്ചിലാണ്. എത്ര ആശ്വസിപ്പിച്ചിട്ടും കരച്ചിൽ കൂടുകയല്ലാതെ കുറയുന്നില്ല. അബൂ ഹാസിം തങ്ങളോട് പറയുന്നു. അപ്പോഴതാ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അബൂ ഹാസിം തങ്ങൾ വരികയാണ്. ഫജാഅ അബൂ ഹാസിം ഇലൈഹി, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങളുടെ അരികിൽ വരുന്നു. എന്നിട്ട് ആശ്വസിപ്പിക്കുന്നു. അപ്പോഴും ഫൈദാഹു വയബ്കി, അവിടുന്ന് കരയുക തന്നെയാണ്. ഫഖാല, അബൂ ഹാസിം തങ്ങൾ ചോദിച്ചു, യാ അഖീ മല്ലദീ അബ്കാക്, എന്തിനാണ് എന്റെ സഹോദര ഇങ്ങനെയൊക്കെ നിങ്ങൾ കരയുന്നത്? ഖദ് റഅത അഹ്ലക, നിങ്ങൾ നിങ്ങളുടെ അഹ്ലുകാരെ വേദനിപ്പിച്ചല്ലോ, അവരെ നിങ്ങൾ പ്രയാസപ്പെടുത്തിയല്ലോ, അവരെ നിങ്ങൾ ഭയപ്പെടുത്തിയല്ലോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ കരയുന്നത്? ഫഖാല ലഹു, അബൂ ഹാസിം തങ്ങളോട് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ നൽകുന്ന മറുപടി, ഇന്നി മറത്തു ബി ആയത്തും മിൻ കിതാബില്ലാഹി അസ്സ വജല്ല, ഞാൻ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തതാ ഒരു ആയത്ത് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അതെ, അബൂ ഹാസിം തങ്ങൾ ചോദിച്ചു, മാഹിയ, ഏതു ആയത്താണ് നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓതുന്ന ആയത്തുകളൊക്കെ ദൃഷ്ടിയിൽപ്പെടുന്നത് തന്നെയാണ്. ഈ ആയത്ത് വല്ലാതെ എന്റെ മനസ്സിനെ സ്വാധീനിച്ചു. ഏതാണ് ആ ആയത്ത്? അത് മറ്റൊന്നുമല്ല, സൂറത്തു സുമറിലെ 47-ാമത്തെ ആയത്ത്, വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. ഈ ആയത്താണ് എന്റെ മനസ്സിനെ താളം തെറ്റിച്ചത്. എന്താ ഈ ആയത്തിൽ പറയുന്നത്? വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. അല്ലാഹുവിന്റെ അരികിൽ അവരെത്തുകയാണ്, പടച്ച റബ്ബിന്റെ അരികിൽ അവരെത്തുകയാണ്. റബ്ബ് അവർക്കതാ അവരെ ദുനിയാവിലെ ജീവിതത്തിലുള്ളത് മുഴുവനും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മാ ലം യകൂനൂ യഹ്തസിബൂൻ,
ആ വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയം അവര് ധരിച്ചിരുന്നത് അവര് രക്ഷപ്പെടും എന്നാണ്. അവരുടെ ധാരണ അവര് രക്ഷപ്പെടും എന്നാണ്. ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ്, ഞാൻ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തവനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെടും എന്ന് കരുതി ചെന്നതാണ്. പക്ഷേ റബ്ബിന്റെ അരികിൽ എത്തിയപ്പോൾ ഒരിക്കലും അവര് ആഗ്രഹിക്കാത്ത, ഒരിക്കലും അവര് വിചാരിക്കാത്തതൊന്നായി പോയി അവരുടെ തീരുമാനം, അവർക്കുള്ള തീരുമാനം. ഈ ആയത്ത് എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതി എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോ അവിടെ ഞാൻ പരാജയപ്പെട്ടു പോകുമോ? വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോ ആ റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് നമ്മൾ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ, എന്നെ എന്റെ റബ്ബ് രക്ഷപ്പെടുത്തുമെന്ന് കരുതി ചെല്ലുമ്പോ അവര് കരുതിയതല്ല അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ചില ആളുകളുണ്ടെന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആയത്താണ് അബൂ ഹാസിമേ എന്നെ പ്രയാസപ്പെടുത്തിയത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഫബകാ അബൂ ഹാസിമുൻ മഅഹു, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങളോടൊപ്പം അബൂ ഹാസിം തങ്ങളുടെ ഹൃദയവും പൊട്ടിപ്പോയി. അവിടുന്നും കരയാൻ തുടങ്ങി. വസ്തദ്ദ ബുകാഉമാ, രണ്ടുപേരുടെയും കരച്ചിൽ അതാ ശക്തിയാർജിച്ചുപോയി. അബൂ ഹാസിം തങ്ങളെ കൊണ്ടുവന്നത് എന്തിനാണ്? മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങളെ ആശ്വസിപ്പിക്കാനാണ്. വീട്ടുകാര് പറഞ്ഞു, അബൂ ഹാസിമേ നിങ്ങളെന്തു പണിയായി കാണിക്കുന്നത്? നിങ്ങളെ ഞങ്ങൾ കൊണ്ടുവന്നത് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങളെ ആശ്വസിപ്പിക്കാനല്ലേ? നിങ്ങളെരുത്തിയിൽ എണ്ണ ഒഴിച്ചു പോയല്ലോ. അഹ്ലുകാര് പറഞ്ഞു, നിങ്ങൾ എണ്ണ ഒഴിച്ചു പോയല്ലോ, നിങ്ങൾ വന്നപ്പോ കരച്ചിലിന് ആക്കം കൂടുകയാണ്, നിങ്ങളും കരയുകയാണ് എന്ന് പറയുമ്പോൾ അവരുടെ മറുപടി, എങ്ങനെ കരയാതിരിക്കും, എങ്ങനെ കരയാതിരിക്കും? അതല്ലേ അല്ലാഹു തആല ഈ പറയുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഖശിയത്തുല്ലാഹ്, ആരിലേ ഇത് നടക്കുകയുള്ളൂ? വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള കരച്ചിലുണ്ടാവുകയുള്ളൂ, ഇതുപോലെയുള്ള നിലവിളികൾ ഉണ്ടാവുകയുള്ളൂ. സാധുക്കളാകുന്ന നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ, സാധുക്കളാകുന്ന നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ കൊതിച്ചവരാണു നമ്മൾ, റബ്ബിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെച്ചവരാണു നമ്മൾ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിൽ എല്ലാം അർപ്പിച്ചവരാണു നമ്മൾ. ഈ പ്രതീക്ഷയുമായി ചെല്ലുമ്പോൾ താളം തെറ്റിപ്പോകാൻ പാടില്ല. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ.